ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ആ കല്യാണമൊക്കെ ഉണ്ടെന്നൊക്കെ കഴിഞ്ഞ ഇതിന് മുന്നിട്ട വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണ ദിവസമാണ് കേട്ടോ, കല്യാണ ദിവസത്തെ വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ലേ എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ അതാ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. തുടച്ചിട്ടൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. തുടച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തുടക്കാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ അടിച്ചു വാരിയിട്ട് പിന്നെ തുടക്കാൻ നിന്നു. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പൊതുവെ ഒരു മടിയാകുമല്ലോ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ കേട്ടോ, എന്നുമില്ല. അപ്പോൾ ചില ദിവസമൊക്കെ അങ്ങനെ മടിയൊക്കെ ആവും. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തുടക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ എന്താ പറയുക, ആവശ്യമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ പിന്നെ വേഗം പോയി ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട്. പക്ഷേ ആ ഒരു ടൈം ആയപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടീഷർട്ടൊക്കെ ഇട്ടപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ രാജേട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കണ്ടേ. അപ്പം അങ്ങനെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം അത്യാവശ്യത്തിനൊന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുമെന്ന് ചോദിച്ചാൽ നിൽക്കില്ല എന്ന് പറയട്ടെ. പിന്നെ പിന്നെ എൻ്റെ ആ ഒരു ടൈം വീഡിയോ എടുക്കലവിടെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ടീഷർട്ടൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിൽ വന്നതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ പോകാൻ നേരത്തൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ തുടച്ചുകൊണ്ട് വന്നപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞാൽ മുല്ലപ്പൂ വണ്ടി വന്നിട്ടുണ്ട്, വാങ്ങിക്കോ വന്നിട്ടോ. അങ്ങനെ പെണ്ണൊക്കെ അവിടെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. മുല്ലപ്പൂ ഞാനങ്ങനെ ചൂടലൊന്നുമില്ല കേട്ടോ. മുല്ലപ്പൂ വെക്കണ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമല്ല മുല്ലപ്പൂ വെക്കാൻ. അങ്ങനെ രാജേട്ടൻ അങ്ങനെ പറഞ്ഞു മുല്ലപ്പൂവൊക്കെ ചൂടണം, നല്ലോണം ഒരുങ്ങിയിട്ടൊക്കെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും തന്നെ ആയിക്കോട്ടെ എങ്ങനെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസൊക്കെ ഞാൻ ബ്ലൗസൊക്കെ ശീലമൊക്കെ മാറ്റി വേറെ കളറൊക്കെ വാങ്ങി. അത് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടി അവിടെ ഒരുങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരുങ്ങിയതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുക്കിയത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പോൾ പെൺകുട്ടി അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പെൺകുട്ടിയൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ രാജേട്ടനൊക്കെ അതാ കുർത്തയൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. കുർത്ത ഇട്ടതിന് ശേഷമല്ലേ ഡാൻസൊക്കെയാണ് ഈ കണ്ടുകൊണ്ട് നിൽക്കണത്. അപ്പോൾ രാജേട്ടൻ അമ്പലത്തിൽ പോകാൻ റെഡി ആവുകയാണ്. രാജേട്ടനും മനുവാണ് കേട്ടോ പോകണം, ഞാൻ പോകണില്ല അമ്പലത്തേക്ക്. അപ്പോൾ മുണ്ടും പിന്നെ കുർത്തയാണ് കേട്ടോ വേഷം കല്യാണത്തിന് രാജേട്ടൻ്റെ. അപ്പോൾ രാജേട്ടൻ പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെയും തന്നെ 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഏതൊക്കെയോ ഒരു പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാജേട്ടന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ധാവണിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. കളർ കോഡ് ഉണ്ട് കേട്ടോ ഒരേപോലത്തെ. ഞങ്ങളിങ്ങനെ 10-12 ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ കളർ കോഡാക്കി ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അങ്ങനെ മാനുവൊക്കെ പോകാൻ നിൽക്കുകയാണ്. മനു രാജേട്ടൻ സൂര്യനോടൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് രാജേട്ടൻ പോകാൻ നിൽക്കുകയാണ്. പിന്നെ രാജേട്ടൻ അമ്പലത്തിൽ പോയിട്ട് താലികെട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. പിന്നെ പെൺകുട്ടി നേരെ ഓഡിറ്റോറിയത്തേക്ക് പോകും. രാജേട്ടൻ എന്നെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് വരും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചിട്ട് അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് പോകും കേട്ടോ. ഞാനും രാജേട്ടനും ഒരുമിച്ചിട്ട്. അങ്ങനെ രാജേട്ടനും മനുവൊക്കെ പോയി. പിന്നെ ഏട്ടനും പോയി കേട്ടോ. ഞാനും ഏട്ടത്തിയൊന്നും പോയിട്ടില്ല. അങ്ങനെ ഇവർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ട് ചായ കുടിച്ച് പറഞ്ഞാൽ രാവിലെ ചായക്കടി റവയായിരുന്നു. അപ്പോൾ ഞാൻ കഞ്ഞിയാണ് കുടിച്ചത്. കഞ്ഞി കുടിച്ചിട്ടാണ് കല്യാണത്തിന് പോണത്. അപ്പോൾ റവ ആയപ്പോൾ ഞാനത് എടുത്തില്ല. പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞാൻ വേഗം മാറ്റി ഒരുങ്ങിയിട്ട് ധാവണിയൊക്കെ എടുത്ത് മുല്ലപ്പൊക്കെ ചൂടി സെറ്റായിട്ട്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്കും കണ്ടിട്ട് എന്താ തോന്നണമെന്ന് വെച്ചാൽ അഭിപ്രായം പറയണം കേട്ടോ. മോശമാണെങ്കിൽ അങ്ങനെ ചേരുന്നില്ല, അതാണെങ്കിൽ അത്, അല്ലെങ്കിൽ നല്ല അഭിപ്രായമാണെങ്കിൽ എന്താണെങ്കിലും അഭിപ്രായം പറയണം. അങ്ങനെ ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാജേട്ടൻ കടയ്ക്ക് പോയിന്ന് ഒരു അത്യാവശ്യ കാര്യത്തിന് കടയ്ക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ രാജേട്ടനെ കാത്ത് നിൽക്കണം. അപ്പോൾ രാജേട്ടൻ തിരിച്ച് വന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മുല്ലപ്പൂവൊക്കെ ചൂടി. മുല്ലപ്പൂവൊന്നും ചൂടില്ല, ഒരു കല്യാണത്തിനും ചൂടില്ല കേട്ടോ. പിന്നെ വീടിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ നമ്മളെ ഫാമിലിയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ചൂടുന്നല്ലാതെ കല്യാണത്തിനൊക്കെ മുല്ലപ്പൂവൊക്കെ ഏതോ ഒരു കാലത്തൊക്കെ ചൂടിപ്പോയതാണ് കേട്ടോ. അങ്ങനെ രാജേട്ടൻ അങ്ങനെ പറയുന്നു ഫൗണ്ടേഷൻ ഇട്, ലിപ്സ്റ്റിക്ക് ഇട്, ഇതൊക്കെ ഇട് എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ ഈ സംഭവങ്ങളൊന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ഇടാൻ പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ ഞാനതൊക്കെ ഇട്ട് നല്ല രീതിയിലൊക്കെ ഒന്ന് ഒരുങ്ങിപ്പോരെന്നൊക്കെ പറഞ്ഞു. എൻ്റെ വീഡിയോ ഞാനിടുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഞാനങ്ങനെ ഒരുങ്ങി നല്ല നല്ല ഒരുങ്ങിയിട്ടൊന്നും അങ്ങനെ നടക്കലില്ല. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം.
അപ്പോൾ രാജേട്ടൻ പറഞ്ഞു കല്യാണമല്ലേ ഒരു മാറ്റം ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കമ്മലൊക്കെ ഉണ്ട്, വലിയ കമ്മലാണ് കേട്ടോ. അത് വീഡിയോയിൽ അങ്ങനെ കാണുമ്പോൾ ചെറുതാണെന്നൊക്കെ തോന്നും, വലിയ കമ്മലാണ്. രാജേട്ടൻ പറഞ്ഞതാണ് ഈ ഡ്രസ്സൊക്കെ വലിയ കമ്മലൊക്കെ ഇട്ടോ എന്നൊക്കെ കേട്ടോ. അങ്ങനെ അത് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാജേട്ടനൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും തന്നെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ രാജേട്ടനെ കാത്തു നിൽക്കാം കേട്ടോ. രാജേട്ടൻ സ്കൂട്ടി കൊണ്ടുവരും. അപ്പോൾ അതാ ഞാൻ രാജേട്ടനെ കാത്തിക്കണം. അങ്ങനെ രാജേട്ടൻ വന്ന് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. കൂട്ടുകാരത്തി പെൺകുട്ടീൻ്റെ കല്യാണ പെണ്ണിൻ്റെ ഫ്രണ്ട്സും എല്ലാവരൊക്കെ ആയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇങ്ങനെ രേഷ്മേച്ചി ഞാനും ചോറുണ്ണാൻ നിൽക്കുകയാണ്ടത്. അപ്പോൾ ഞങ്ങളതാ സീറ്റ് കിട്ടി ഞങ്ങൾ ചോറുണ്ണാനിരുന്നു. പിന്നെ അതാ ഇവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് കസിൻസൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയുണ്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് പോകാനായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയതിനെ കുറേ നേരം വൈകിയിട്ടാണ് എത്തിയത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അത് അവർക്ക് പോകാനുള്ളൊരു ടൈമായി. പെൺകുട്ടി പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇറങ്ങുന്ന സ്റ്റെപ്പും കൂടെ ഇറങ്ങുമ്പോൾ അമ്മൂനെ കുട്ടീനെ കയ്യുമ്മലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കരയുന്നുണ്ടോ കണ്ടോ. അമ്മൂനെ അതിനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നത്. ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അതാണ് കരയുന്നത്. അപ്പോൾ ഞങ്ങൾ ഡ്രസ് കോഡാണ് കേട്ടത്. ഒരേപോലത്തെ പാവാട വെച്ചിട്ട് അങ്ങനെ വൈറ്റ് കളറുള്ള ഡ്രസ്സ് ആക്കിയിട്ട് അങ്ങനെ കളർ കോഡ് ആക്കിയതാണ്. ഞാൻ ആദ്യം ഇതിലില്ല എന്ന് പറഞ്ഞപ്പോൾ ചിന്നോട് പറഞ്ഞത് എന്താ നല്ല രസമാകും എല്ലാവരും ഒരുമിച്ചുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. പിന്നെ കളർ കോഡൊക്കെ. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ തലേം ദിവസത്തെ വീഡിയോ അതിന് മുന്നിട്ടിരുന്നു. അപ്പോൾ അതിലൊരു ചേച്ചി ഇങ്ങനെ ചോദിച്ചിരുന്നു ആരെ കല്യാണമാണ്, എത്ര കമൻറ്റിന് ഞാൻ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ കമൻറ്റ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തന്നിരുന്നു. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ പെൺകുട്ടീൻ്റെ വീട്. കല്യാണമല്ലേ പെൺകുട്ടീൻ്റെ വീട്. അപ്പോൾ ആരാണ് ഫാമിലിയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള പെൺകുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഗെയിം കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ റീനുണ്ട് എടുത്ത്. പിന്നെ അതാ സൂര്യൻ ചിന്നൊക്കെ അതാ അവിടെ മേക്കപ്പും പോയി. പിന്നെ പൂവൊക്കെ അതാ മുല്ലപ്പൂവൊക്കെ അതാ വാടി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ വരെ ഒന്നും വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ ബദിൽ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ എടുത്ത വീഡിയോ ഉണ്ട്. അങ്ങനെ അതാ ഞങ്ങൾ ബദിൽ പോവുകയാണ്. ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 മണി 2:30 ആകുമ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ. അതിന് ബദിൽ നട്ടാ പറയുക. അപ്പോൾ അതിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ രാജേട്ടനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലെത്തിയപ്പോഴും പെൺകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പെൺകുട്ടി എപ്പോഴും കരയുക കേട്ടോ. കല്യാണ പെണ്ണ് അവിടെ എത്തിയിട്ടും കരയുക, ഞങ്ങൾ പോരാൻ നേരത്തും കരയുക. അപ്പോൾ ഞങ്ങളെന്താ ഫുഡ് കഴിച്ച് അവിടെ എത്തിയിട്ടും ഫുഡ് കഴിച്ചിട്ട് ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടും ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ റോഡിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പെണ്ണിനും ചെക്കനെയൊക്കെ ഒപ്പം നിർത്തിയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കല്യാണ പെണ്ണ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ രാജുവേട്ടന് ഫോൺ കൊടുത്തിരുന്നുണ്ടോ, വീഡിയോ എടുക്കണം, പെൺകുട്ടി ഇറങ്ങണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാജുവേട്ടന് പെൺകുട്ടി കരയുന്നുണ്ടോ ഭയങ്കര സങ്കടമായി. പിന്നെ ഫാമിലി മൊത്തം കരയും. അപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ വീഡിയോ എടുക്കാതെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോകുന്നതാണ് കേട്ടോ. രാജുവേട്ടൻ പറഞ്ഞു അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ എത്തിയിട്ട് ഇല്ല പെൺകുട്ടീൻ്റെ വേഷമാണ് കേട്ടോ, സാരി. പക്ഷേ ഈ ഒരു സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. അങ്ങനെ അതാ ഞങ്ങൾ പെൺകുട്ടീനോടൊക്കെ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നിൽക്കട്ടെ. പെൺകുട്ടി ഇപ്പോഴും കരയാണ് കേട്ടോ, എപ്പോഴും കരയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കല്യാണം